ആണ്. നാളത്തെ എക്സാമിന് എന്തായാലും വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പട്കഥ. പട്കഥ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാനേ സാധിക്കില്ല. അത് ഇത്രയും പാഠഭാഗങ്ങളിൽ നിന്നുമാണ് പട്കഥ വരാൻ ചാൻസ്. പട്കഥയുടെ ഫോർമാറ്റ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവേണ്ടത് മെയിൻ ആയിട്ട്. അപ്പൊ നോക്കിക്കേ, നമുക്കൊന്ന് പറയാം. സീൻ 1 ആദ്യം സിനിമാ കഥയാണല്ലോ, സിനിമ എഴുതുന്ന സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അപ്പം സീൻ 1 എന്ന് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ ആദ്യം എഴുതേണ്ടത്. പിന്നെ സ്ഥാനം എഴുതണം, ഏത് പ്ലേസിൽ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പൊ സ്ഥാനം നമ്മൾ എഴുതുന്നു, സമയം ടൈം എഴുതി കൊടുക്കുന്നു, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, 1 2 3 കഥാപാത്രങ്ങൾ ഉണ്ടാവുക, അപ്പൊ പാത്രം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഉംർ എന്ന് വെച്ചാൽ ഏജ് ആണ്, ആ കഥാപാത്രങ്ങളുടെ ഏജ് പേരിട്ടിട്ട് മക്കൾ എഴുതി കൊടുക്കണം. പിന്നെ വേഷഭൂഷ, കഥാപാത്രങ്ങൾ ഏത് ഡ്രസ്സാണോ ഇട്ടേക്കുന്നത് അത് കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. പിന്നെ ഘടന എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അത് മക്കൾ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. കഥാപാത്രം ചിരിക്കുന്നു, കഥാപാത്രം കരയുന്നു, കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു എന്നുള്ള ഭാഗം ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് തുടങ്ങേണ്ടത് കോൺവെർസേഷൻസ് തുടങ്ങേണ്ടത്. കഥാപാത്രം സിനിമ കഥയാണല്ലോ, അപ്പൊ എന്താണ് നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കഥാപാത്രങ്ങൾ സംസാരിക്കും. കഥാപാത്രം 1 ദേ ഇങ്ങനെയൊക്കെ പറഞ്ഞു, കഥാപാത്രം 2 ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം കോൺവെർസേഷൻ എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ പട്കഥ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൃശ്യിക അന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എൻഡിങ്ങും കൊടുക്കുന്നു. ദൃശ്യിക അന്ത് എന്ന് എഴുതി ഒരു വരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പട്കഥ എന്തായി, സൂപ്പറായിട്ട് സെറ്റായി. ഇതിൽ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് 2 മാർക്ക് കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോവാൻ നാളത്തെ എക്സാമിന് എന്തായാലും വരും. ബൈ ബൈ.